അമ്മ സത്യം പറയണം. അച്ഛൻ പെണ്ണ് കാണാൻ വന്നപ്പോഴേ അമ്മ എന്തെങ്കിലും മിണ്ടിയായിരുന്നോ? ഇന്നത്തെ കാലത്ത് പോലെ അല്ലല്ലോ, അന്നൊക്കെ ഉണ്ടല്ലോ. ഒന്ന് വാ പറഞ്ഞു വർത്താനം പറയാൻ പോലും പറ്റത്തില്ല. കാര്യമായി എന്താടി ഈ വാ തുറന്നെങ്കിൽ പിന്നെ കല്യാണം നടക്കും. ഹാഫ് ഡേ ലീവ് എടുക്കോ? എന്തിനടി? നമുക്ക് പുറത്തുനിന്ന് പോയി ഭക്ഷണം കഴിക്കാം. സത്യം, ഞാൻ ഇത് കുറെ നാളുകൊണ്ട് നിന്റെ അടുത്ത് പറയണമെന്ന് വിചാരിച്ചാണ്. അപ്പൊ എന്തെങ്കിലും ബാക്കി രുചിയായിട്ട് എന്തെങ്കിലും കഴിക്കാം. അത് ശരി. അപ്പൊ നിങ്ങൾ പറഞ്ഞു വരുന്നത് ഞാൻ ഉണ്ടാക്കുന്ന ഒന്നും കൊള്ളൂല? എനിക്കൊരു കുഴപ്പമുണ്ട്, ഞാൻ സത്യം മാത്രമേ പറയുള്ളൂടി. അയ്യോ, എന്തിനാ ബസ്സിൽ പോയത്? ഞാനെന്നും ബസ്സിൽ തന്നെയല്ലേ പോണ. പക്ഷേ എന്നാലും ഇന്നലെ ഇരിക്കാൻ സീറ്റൊന്നും കിട്ടിയില്ലല്ലോ. അതെന്നും അങ്ങനെ തന്നെയാ, സ്കൂൾ വിടുന്ന സമയമല്ലേ, സീറ്റൊന്നും കിട്ടാറില്ല. ആ പിള്ളേരും ആൾക്കാരും ഒക്കെ കൂടിയിട്ട് ടീച്ചറിനെ തിക്കിഞ്ഞിരിക്കായിരുന്നു. എനിക്ക് ആകെ പ്രയാസമായി കണ്ടപ്പോ. ടീച്ചറിന് സീറ്റ് കിട്ടിയില്ലല്ലോ. ഓ, ഇന്നലെ വീട്ടിൽ ചെന്നിട്ട് ഒരു സമാധാനം ഉണ്ടായിട്ടില്ല എനിക്ക്. സാറില്ല മാഷെ. ടീച്ചർ എന്തേ വാട്സപ്പ് ഓൺ ചെയ്യാത്ത വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ? വീട്ടില് പോയി പണികളില്ലേ, പിന്നെ വാട്സപ്പ് ഒക്കെ ഇരിക്കാൻ പറ്റുമോ? ഒരു നേരത്തും ഓൺലൈനിലില്ല. അതേ, എനിക്ക് കാറുണ്ടല്ലോ, ഞാൻ സ്കൂൾ വിടുമ്പോ വണ്ടിയിലുണ്ടാവും. ടീച്ചർ വന്നു, ഞാൻ വീട്ടിൽ കൊണ്ട് ഇറക്കി വിട്ടേക്കാം. സാർ എന്നെ വീട്ടിൽ കൊണ്ട് ഇറക്കിയിട്ടല്ലേ ഹസ്ബൻഡ് എന്നെ വീട്ടിൽ നിന്ന് ഇറക്കിയിട്ടു. ഗൾഫിൽ എന്താണ് ജോലി? ഇവിടെ ഉള്ള എല്ലാ ജോലിയും ഗൾഫിലുണ്ട്. ഇയാളുടെ ജോലി എന്തോന്നാ ചോദിച്ചത്? എനിക്ക് ഗൾഫിൽ പാൽ സൊസൈറ്റിയില്. ഗൾഫിലൊക്കെ പാൽ സൊസൈറ്റി ഉണ്ടോ? പിന്നെ അവിടുത്തെ പശു മൊട്ട പക്സ് ആണോ?